പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാരൂപിയുടെയും നാമത്തിൽ ആമേൻ. വീണ്ടും വചനവുമായി വരാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. ഇന്ന് വിചിന്തനം ചെയ്യുന്ന വചനഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14 അധ്യായം 15 വാക്യം മുതൽ. പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുന്നു. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നെയും നിങ്ങളോടുകൂടെ ആയിരിക്കുവാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരുകയും ചെയ്യും. ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല, കാരണം അതവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല. എന്നാൽ നിങ്ങൾ അവനെ അറിയുന്നു, കാരണം അവൻ നിങ്ങളോടൊത്ത് വസിക്കുന്നു, നിങ്ങളിൽ ആയിരിക്കുകയും ചെയ്യും. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. ഇത് ക്രിസ്തു ക്രൂശിതനാകുന്നതിന് മുമ്പ് പറഞ്ഞ കാര്യങ്ങളാണ്, തൊട്ടു മുമ്പ് പറഞ്ഞ കാര്യങ്ങളാണ്. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. അപ്പൊ പേടിച്ചിട്ടല്ല കൽപ്പന പാലിക്കുന്നത്, ആരും ബലം പിടിച്ചിട്ടൊന്നുമല്ല നമ്മൾ കൽപ്പന പാലിക്കുന്നത്. നമുക്ക് ക്രിസ്തുവിനോട് യഥാർത്ഥമായ സ്നേഹമുണ്ടെങ്കിൽ, നമ്മൾ ക്രിസ്തുവിനോട് ആത്മാർത്ഥതയുള്ളവരാണെങ്കിൽ, നമ്മൾ ക്രിസ്തുവിൻ്റെ വചനമനുസരിച്ച് നമ്മൾ ജീവിക്കും. അങ്ങനെ വരുമ്പോൾ ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരുകയും ചെയ്യും. നിങ്ങൾ എൻ്റെ വചനമനുസരിച്ച് ജീവിക്കുമ്പോൾ ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും പിതാവ് മുഖേന മറ്റൊരു സഹായകനെ, അതായത് പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങൾക്ക് അവിടുന്ന് നിങ്ങൾക്ക് തരുകയും ചെയ്യും. ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല. ഈ സത്യാത്മാവ് വരുമ്പോൾ, ഈ സത്യാത്മാവ് ലോകത്തിൻ്റെ അശുദ്ധാത്മാക്കൾക്ക് എതിരാണ്. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം കർത്താവ് 40 പകലും രാവും ഉപവസിച്ചപ്പോൾ സാത്താനാൽ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് സാത്താൻ വന്ന് പരീക്ഷിക്കുകയാണ്. അപ്പോൾ ഈ ലോകം മുഴുവൻ ഇങ്ങനെ കാണിച്ചിട്ട് പറയാണ്, ഇതെല്ലാം നിനക്ക് തരാം. അപ്പൊ ഈ ലോകത്തിൻ്റെതായിട്ടുള്ളതെല്ലാം പൈശാചിക ശക്തികളാണ്. ഈ ലോകത്തിന് ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ഈ ലോകത്തിന് സാധിക്കുകയില്ല, കാരണം അത് അവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല. എന്നാൽ നിങ്ങൾ അവനെ അറിയുന്നു, കാരണം അവൻ നിങ്ങളോടൊത്ത് വസിക്കുന്നു, നിങ്ങളിൽ ആയിരിക്കുകയും ചെയ്യും. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ഒരുവന് ഒരിക്കലും ഏകാന്തത അനുഭവപ്പെടുകയില്ല, കാരണം അവൻ ഏകനല്ല, അവൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നു, അവൻ്റെ ഉള്ളിൽ ക്രിസ്തു വസിക്കുന്നു. അവനൊരിക്കലും അവനൊരു ഏകാന്തത ഒരു ശാപമായി, ഒരു ബുദ്ധിമുട്ടായി അവന് തോന്നുകയില്ല, കാരണം അവൻ എപ്പോഴും ക്രിസ്തുവിനോട് കൂടെയാണ്. ഈ ഒരു പരിശുദ്ധാത്മാവിൻ്റെ അനുഭവം സിദ്ധിക്കാത്തവർ യഥാർത്ഥ ക്രിസ്തീയ ജീവിതം അനുഭവിച്ചിട്ടില്ല. അപ്പോൾ ആ പരിശുദ്ധാത്മാവിൻ്റെ അനുഭവം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ക്രിസ്തുവിനെ സ്നേഹിക്കുകയും മറ്റുള്ളവരെ കാണിക്കാനോ ഭയപ്പെട്ടോ അല്ല,
ക്രിസ്തുവിനെ സ്നേഹിച്ച് ക്രിസ്തുവിൻ്റെ കൽപ്പനകൾ പാലിച്ച് ക്രിസ്തുവിൻ്റെ വചനമനുസരിച്ച് ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി ഒരു ജീവിതം കെട്ടിപ്പടുക്കുമ്പോൾ ക്രിസ്തു നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കർത്താവ് നമുക്ക് പരിശുദ്ധാത്മാവിനെ, ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിനെ ദാനമായി നൽകുകയും ആ പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തുകയും നമ്മൾ ഈ ലോകത്തിന് അതീതരായി ജീവിക്കാൻ പഠിക്കുകയും ചെയ്യും. ഈ ഒരു അനുഭവം, ഇതാണ് ക്രിസ്ത്യാനിറ്റിയുടെ കാതൽ. ഇതനുഭവിക്കാതെ വെറുതെ നമ്മൾ ഈ പ്രകടനങ്ങളും ആചാരങ്ങളും തർക്കങ്ങളും ഒക്കെ നടന്നിട്ട് വെറുതെ ജീവിതം പാഴാക്കി കളയരുത് എന്നൊരു അഭ്യർത്ഥന എനിക്കുണ്ട്. ക്രിസ്തുവാണ് ക്രിസ്തു അനുയായിയുടെ ഗുരു. അപ്പോൾ ക്രിസ്തു പറയുന്നതനുസരിച്ച് നമ്മൾ ജീവിക്കണം, പരിശുദ്ധാത്മാവിനാൽ നിറയണം. പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു പ്രസൻസിൽ നമ്മൾ പശുക്കുട്ടിയെ പോലെ, തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കുട്ടിയെ പോലെ തുള്ളിച്ചാടുകയും യഥാർത്ഥ സന്തോഷം അനുഭവിക്കുകയും ജീവിതം ആഘോഷമാക്കി മാറ്റുകയും വേണം. ഇതാണ് ക്രിസ്തു നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. പിന്നൊക്കെ ഒരു അടിപൊളി പാർട്ടിയിലോട്ടൊക്കെ എനിക്ക് ക്ഷണമുണ്ട്, പോകണമെങ്കിൽ പോകാമായിരുന്നു. പക്ഷെ പോയാലുള്ള പ്രശ്നം, നമ്മൾ ക്രിസ്തുവിന് നിരക്കാത്ത പല കാര്യങ്ങളും ചെയ്യും. ഇല്ലേ, മദ്യമുണ്ടാകും. അപ്പൊ അതിനോട് നോ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ പിന്നെ അത് കഴിച്ചു കഴിയുമ്പോൾ പിന്നെ കുറെ സംഭാഷണങ്ങളൊക്കെ ഉണ്ടാവും. പരിശുദ്ധാത്മാവിനെ നമ്മളെ അറിയാതെയൊക്കെ വേദനിപ്പിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ആനന്ദം നമ്മളിൽ കുറയും. അതുകൊണ്ടൊക്കെ തന്നെയാണ് കർത്താവ് പറഞ്ഞത്, ക്രിസ്തീയ ജീവിതം നിധി കണ്ടെത്തിയവന്റെ പോലെയാണ്. അവന് ആ നിധി, ആ പരിശുദ്ധാത്മാവ് എന്ന നിധിയുടെ സന്തോഷം, അതിൻ്റെ ഒരു വില മനസ്സിലാക്കി കഴിയുമ്പോൾ ബാക്കി ഒന്നും അവന് വേണ്ടാതെ വരും. ബാക്കി ഈ ലോകത്തിൻ്റെതായ ഒന്നിനും അവൻ വില മതിക്കാതെയാകും. കാരണം അവൻ മനസ്സിലാകും പരിശുദ്ധാത്മാവാണ് ഏറ്റവും വിലപ്പെട്ടതെന്ന്. ഈ ഒരു തിരിച്ചറിവിലേക്ക് കർത്താവ് നമ്മളെ വിളിക്കുന്നു. നമുക്ക് കർത്താവിൻ്റെ വിളി കേൾക്കാം. കേൾക്കുക മാത്രമല്ല, ആ വിളിയിൽ നിലനിൽക്കുകയും ചെയ്യാം. അതിനെതിരായി വരുന്ന എല്ലാത്തിനോടും നമുക്ക് നോ പറയാം. ദൈവം നമ്മളെ ശക്തിപ്പെടുത്തട്ടെ. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ആമേൻ. ഗോഡ് ബ്ലെസ്.